അക്കാലത്ത് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അക്കാലത്ത് ഹജ്ജിന് പോകുന്നത് ഒരു സാഹസം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയെ അബ്ദുള്ള രാജാവിന് കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം അതിന് മുതിർന്നില്ല. അദ്ദേഹം ചെയ്തത് തൻ്റെ ഏക സഹോദരനായ അബ്ദുറഹ്മാനെ ഭരണകാര്യങ്ങളുടെയൊക്കെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഹജ്ജ് യാത്രയ്ക്ക് ഒരുങ്ങി. തൻ്റെ പ്രിയതമയെ പിരിഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് മനപ്രയാസമുണ്ടായിരുന്നു. എങ്കിലും എല്ലാം അള്ളാഹുവെ ഭരമേൽപ്പിച്ചുകൊണ്ടും അവളുടെ കാര്യങ്ങൾ നോക്കുവാൻ തൻ്റെ സഹോദരനോട് വസിയത്ത് ചെയ്തുകൊണ്ടും അദ്ദേഹം യാത്ര പുറപ്പെട്ടു. സഹോദരൻ്റെ യാത്രയ്ക്ക് ശേഷം അബ്ദുറഹ്മാൻ ഭരണകാര്യങ്ങളിലെല്ലാം അതീവ ശ്രദ്ധ ചെലുത്തി. സഹോദരൻ്റെ ഭാര്യ ആസുറ ബീവി റളിയല്ലാഹു അൻഹായുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റി കൊടുക്കുന്നതിലും അയാൾ താൽപ്പര്യം കാണിച്ചു.